മുഹമ്മദ്, കോഴിക്കോടാണ്. നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏപ്രിൽ മാസം 2019 ഇവിടെ ഈ സന്നിധിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് വസ്തു വിൽപ്പന തടസ്സം എന്നൊരു വലിയ വിഷയം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓഹരിയായി കിട്ടിയ വസ്തുവിൽ പഴയ കാലങ്ങളിൽ ആദിവാസികളുമൊക്കെയായി നിരന്തരം കുറേ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു ഭൂമിയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അപ്പം അതിൽ ഞങ്ങൾക്ക് മുന്നോട്ട് നിന്ന് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. കുഞ്ഞുങ്ങൾക്കും എനിക്കും ഒക്കെ ആയിട്ട് നിരവധി മരണപാശങ്ങളാണ് ഞങ്ങളെ ചുറ്റിയത്. ചുരുക്കത്തിൽ അത്രയേ പറയാൻ കഴിയുമോ. അതിനുമാത്രം കഠിനമായ പീഡകൾ ഞങ്ങളുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ വൈദികരും തന്നെ ഞങ്ങളോട് എത്രയും പെട്ടെന്ന് ആ വസ്തുവിൽ നിന്ന് മാറി താമസിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞത്. എല്ലാവരും തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചതായിരുന്നു. അതായിരുന്നു സത്യം. ആദ്യമായി തന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി ഞാൻ പറയുന്നു. ദൈവകൽപ്പനകളെ അലംഘനീയമാക്കിയ വിശുദ്ധ പ്രമാണമേ സ്വസ്തി. സത്യം പറഞ്ഞ ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ദൈവകൽപ്പനകൾ 10 എണ്ണമുണ്ട്. അത് 10 എണ്ണവും തെറ്റാതെ നമുക്ക് പാലിക്കാനുള്ള കൃപയാണ് അമ്മ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ അന്ന് മുതൽ നിരന്തരം പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോലും അമ്മ കൃപ തന്നു. നിരന്തരമായി ബലിയർപ്പിക്കാനുള്ള കൃപ തരണേ എന്ന് ഞാൻ വെറുതെ പറഞ്ഞിട്ടുള്ളൂ അമ്മേനോട്. ഉടമ്പടി വെച്ച 6 നിയോഗങ്ങളിൽ 5 എണ്ണവും എനിക്ക് സാധിച്ചു തന്നു. അതിലേറ്റവും വലുത് കടഭാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും തികയാത്തൊരവസ്ഥയായിരുന്നു. ഈ വസ്തുവിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വൈദികരുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. പല സ്ഥലങ്ങളിലായ വാടക വീടുകൾ ഞങ്ങൾ താമസിക്കേണ്ടി വന്നു. ഏകദേശം 6 വർഷത്തോളം ഞങ്ങൾ താമസിച്ചു. ഈ വർഷങ്ങളിലെല്ലാം ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ വസ്തുവിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം തരണമേ എന്ന്. ഒരു തരത്തിലുള്ള മോചനവും ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള ആശ്വാസവും ഞങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷവും എൻ്റെ ശരീരത്തിൽ അസാധാരണമായ വേദനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ നിരാശപ്പെടാതെ ഇവിടെ നിന്ന് അമ്മയുടെ ആ മുമ്പിലുള്ള മണ്ണിൻ്റെ അല്പം എടുത്തുകൊണ്ട് പോയി വിശ്വാസത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. അമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധമായ ജ്ഞാനമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വിശ്വാസം ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചു. എൻ്റെ കടഭാരം മാറാനായി അമ്മ എൻ്റെ ചെവിയിൽ ഒരു വചനം പറഞ്ഞു തന്നു. കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ഉരുവിട്ടുകൊണ്ട് നടക്കാൻ എന്നോട് അമ്മ പറഞ്ഞു. ഞാനതിങ്ങനെ എപ്പോഴും ഓർക്കുമ്പോഴെല്ലാം നടക്കുമ്പോഴും പോകുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. അസാധാരണമായ രീതിയിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആർക്കും ഒന്നിനും വശമില്ലാതിരുന്നൊരു സമയത്ത് ഞങ്ങൾ തൊട്ട അയൽവാസി ഞങ്ങളെ വിളിക്കുകയും കുറച്ച് സ്ഥലം വഴിക്കായി ചോദിക്കുകയും ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ കുറച്ചെടുക്കാമോ എന്ന് ചോദിച്ചപ്പം എൻ്റെ പ്രശ്നങ്ങൾ മാറാനായിട്ട് കടഭാരം മാറാൻ ആദ്യം ഒരു ചെറിയൊരു കച്ചവടം നടന്നു. പിന്നീട് നീണ്ട വർഷങ്ങളായി ഞാൻ കാത്തിരുന്നു അമ്മ എന്തെങ്കിലും അത്ഭുതം എനിക്കായി പ്രവർത്തിക്കുമെന്ന് ഓർത്തിട്ട്. കാരണം അതിൻ്റെ ഫ്രണ്ടിലൊന്നും വിറ്റുപോകാൻ ഒരു സാധ്യതയില്ല. മെയിൻ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിരവധി തടസ്സങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ പറമ്പിൻ്റെ ഏറ്റവും പുറകിലെന്ന് വെച്ചാൽ യാതൊരു പ്രതീക്ഷയും നമുക്കില്ല. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും പുറകിലെ ഒരു ഭാഗം അമ്മ എനിക്കായി സംരക്ഷിക്കാനായി വിറ്റുതരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ ഇവിടുത്തെ മണ്ണെടുത്ത് പോയി ആ മണ്ണിൽ കൊണ്ട് കലർത്തി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടി. ഇവിടെ നിന്നുള്ള ഉടമ്പടി കാശ് രൂപ എൻ്റെ നെഞ്ചത്ത് ഞാൻ അമർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം അടർന്ന് എൻ്റെ നെഞ്ചിൽ തന്നെ പറ്റിയിരുന്നു. ഒന്നും താഴെ ഒന്നും പോയില്ല. ഞാനതെടുത്ത് ഒട്ടിച്ചൊക്കെ വെച്ചു. ഒന്നും സംഭവിച്ചില്ല. കുറേ ശബ്ദങ്ങളും ഒച്ചപ്പാടുകളൊക്കെ അന്നേരം കേട്ടിരുന്നു. പെട്ടെന്ന് അവിടെ എല്ലാം ശാന്തമായി. ആ നിമിഷം തന്നെ എനിക്ക് പെട്ടെന്നൊരു മരക്കച്ചവടം നടക്കുകയും എനിക്ക് എൻ്റെ നിത്യവൃത്തിക്കുള്ള, അതായത് ഞാൻ കടം വാങ്ങിയാണ് ഞാൻ ആ സ്ഥലത്തേക്ക് അന്ന് പോയത് അമ്മേൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാനും കുഞ്ഞുങ്ങളും കൂടെ ഈ കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലത്തിൻ്റെ നടുക്ക് അമ്മയുടെ ഉടമ്പടി തിരിയുണ്ട്. ഇവിടുത്തെ നീലയും പച്ചയുള്ള തിരികൾ കത്തിച്ച് വെച്ച് ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കി ഞങ്ങൾ നിലവിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അമ്മ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പെട്ടെന്ന്
അവിടെ പണ്ട് ഞാൻ നട്ട് ഒരു മുല്ലച്ചെടിയിൽ മുല്ലപ്പൂ അമ്മ അടയാളമായിട്ട് അമ്മയോടുണ്ടെന്നുള്ളതിന് ഒരു സൂചന എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ മുല്ലപ്പൂവിൽ ഒരു മുല്ലപ്പൂ മാത്രം ഇങ്ങനെ ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞുപോയി. പിന്നെ പോകുമ്പോഴും വരുമ്പോൾ യാത്രയിലും എല്ലാം അമ്മയുടെ ഈ വലിയ രൂപം ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായി എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരുന്നു, ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്നെ ഇവിടെ പറഞ്ഞ പ്രകാരം അല്ലാതെ തന്നെ നിരന്തരം ഉപവാസവും പ്രാർത്ഥനയും എടുക്കുന്ന ഒരവസ്ഥ ഞാൻ കഠിനമായി എടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണത്. നിരന്തരമായ ഉപവാസത്തിലൂടെ അമ്മയുടെ ഈ മണ്ണ് കലർത്തിയ മണ്ണ് എനിക്ക് ഇവിടെ വന്ന് എന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല, ദൂരം ഉണ്ടല്ലോ. എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ചെറിയൊരു അടപ്പ് പോലത്തെ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് ഈ മണ്ണിനകത്ത് വെച്ച് അമ്മയുടെ ഈ നീലയും പച്ചയും തിരി ഞാൻ കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും നടന്നില്ല. ഞാൻ എന്നാലും ഒരു ഉപേക്ഷയെ വിചാരിക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിരാശയോടെ പറഞ്ഞു, അമ്മേ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോഴും എൻ്റെ മനസ്സിൽ പ്രത്യാശയോടെ പെട്ടെന്ന് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ഒരു വീഡിയോ ഉണ്ട്, പറന്ന് നടക്കാനുള്ള ചിറകുകൾ നിനക്കും തരും, വിജയത്തിൻ്റെ ചിറകുകൾ നിനക്കും കൈവരുന്നുള്ള വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ട് എൻ്റെ വിശ്വാസം എപ്പോഴൊക്കെ കിടുന്നു അപ്പോഴെല്ലാം ഞാനത് എടുത്ത് വെച്ച് കേട്ട് ഞാൻ ശക്തി പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അതിരാവിലെ 5:30 ഇത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അസാധാരണമായ രീതിയിൽ പച്ച മണ്ണിൻ്റെ നടുക്ക് നിന്ന് ഒരു ദീപനാളം തെളിഞ്ഞു വന്നു. അതിൻ്റെ എല്ലാ ചിത്രീകരണങ്ങളും ഫോട്ടോസും ഇവിടെയുണ്ട്. ഞാനതെല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഞാൻ വാട്സപ്പിലൂടെ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അമ്മയുടെ സന്നിധിയിൽ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചതിനൊരായിരം നന്ദി പറയുന്നു. ഈ ഒരു ദീപനാളം തെളിഞ്ഞത് പിന്നീട് അത് 2 എണ്ണമായി, പിന്നീട് 3 എണ്ണമായി, പിന്നീട് അത് ആളിക്കത്തി. ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന് അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഇതിൻ്റെ ചിത്രങ്ങൾ ഞാൻ പകർത്തി. എന്തോ അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഏകദേശം കത്തി തീരാറായപ്പോൾ ആ മണ്ണ് കരിഞ്ഞ് അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള നാളം പൊന്തിയിട്ട് ചിത്രങ്ങളിലാണ് ഞാൻ കണ്ടത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല. ആ ചിത്രത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മ മുട്ടുകുത്തി നിന്ന് കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു രൂപം അതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ. ഇപ്പോഴും എൻ്റെ ഫോണിൽ വാട്സപ്പിലുണ്ട്. എന്നേക്കുമുള്ള യുഗാന്ത്യം വരെയുള്ള തെളിവായി ഞാനത് വെച്ചിട്ടുണ്ട്. എനിക്ക് അമ്മ തന്നൊരു ശക്തമായ അടയാളമായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു, എന്തോ അത്ഭുതം അമ്മ നടത്തും. അപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അമ്മ പറഞ്ഞു, ജൂൺ 13 നിനക്കൊരു വിളി വരും. അപ്പോൾ ഞാൻ ജൂൺ 13 വൈകുന്നേരം 6 മണിയായിട്ടും ഒന്നും വന്നില്ല. ശക്തമായ ലോക്ക്ഡൗൺ ആയിരുന്നു. പെട്ടെന്ന് ഈ സ്ഥലം എടുക്കാൻ ഉദ്ദേശിച്ച ആൾ എന്നെ വിളിക്കുകയും ഇന്ന ദിവസം വരാനും എല്ലാം പറഞ്ഞുറപ്പിക്കുകയും പെട്ടെന്ന് അസാധാരണമായ രീതിയിൽ അമ്മയുടെ ദിവസങ്ങളിലാണ് ഈ അത്ഭുതങ്ങൾ മുഴുവൻ നടന്നത്. കഠിന ദാരിദ്ര്യം ഞങ്ങളെ വിട്ടുപോയി. ഒക്ടോബർ 6 ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്ന് അസാധാരണമായ രീതിയിൽ കച്ചവടം വളരെ നീതിപരമായിട്ട് നടക്കുകയും പിന്നീട് ഒക്ടോബർ 15 തന്നെ ഞങ്ങൾ പുതിയ ഭവനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഒക്ടോബർ 30 ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം അതിൽ കയറി കൂടി ഞങ്ങൾ താമസിക്കാനുള്ള വലിയ കൃപ അമ്മ ഞങ്ങൾക്ക് തന്നു. ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു കുറച്ച് ഗോൾഡ് മറ്റൊരാളുടെ അടുത്ത് കൊടുത്തുപോയത്. അത് അവർക്കൊരു സഹായത്തിനായി കൊടുത്താൽ അവർ തരുന്നില്ലായിരുന്നു. എങ്കിലും അതിലൊരു നല്ല ശതമാനം അവർ ഞങ്ങൾക്ക് തിരിച്ചു തരികയും ചെയ്തു. എൻ്റെ മകന് കുറച്ച് പഠന വൈകല്യങ്ങളുള്ള കുട്ടിയായിരുന്നു. അവൻ SSLC പാസ്സാവണേ എന്ന് ഞാൻ ഒരു ഉടമ്പടിയുടെ വെച്ചിരുന്നു. അത് അമ്മ അവനെ പാസ്സാക്കി തന്നു. അവനിപ്പോൾ ITക്ക് പഠിക്കുകയാണ്. അങ്ങനെ അവൻ്റെ പഠന കാര്യത്തിലുള്ള എൻ്റെ ഉത്കണ്ഠയും അവൻ മാറ്റി തന്നിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എല്ലാറ്റിലും ഉപരി അമ്മയോട് എന്നെന്നും ഞങ്ങൾ അമ്മയുടെ കാൽപ്പാദത്തെങ്കിലും അടിയാട്ടികളാണ്. ഞങ്ങൾ അമ്മയുടെ അടിമ മാത്രമാണെന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഇതുപോലെ വസ്തുവിൻ്റെ കച്ചവടം നടക്കാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതെ നിരന്തരം ശക്തി പ്രാപിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിനീതമായി യാചിക്കുന്നു. ലോകത്തിൻ്റെ അമ്മ, നമ്മുടെ അമ്മ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. കാരണം അമ്മയ്ക്കെല്ലാം സാധ്യമാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താം. കൃപാസനത്തിലെ അമ്മ 2004 ഡിസംബർ 7 ഇവിടെ കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് പ്രത്യക്ഷയായത്. അപ്പോൾ സുനാമിയോടനുബന്ധിച്ചുള്ള വലിയൊരു പ്രത്യക്ഷപ്പെടലാണെന്നാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അന്ന് മനസ്സിൽ വിചാരിച്ചത്. തുടർന്ന് അങ്ങോട്ട് നമുക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയ്ക്ക് പ്രപഞ്ച പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. അത് തിരുസഭ ഏറ്റുപറയണം. അത് തിരുസഭ ഏറ്റുപറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്ക് ഭൂമിയെ മുഴുവൻ പ്രതിഷ്ഠിക്കണം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഞങ്ങൾ ചേർത്താണ് ആലപ്പുഴ ബിഷപ്പിന് ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് പഠിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കത്ത് സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു അടയാളമാണ് ഈ സാക്ഷ്യം. കാരണം ഈ മകൾക്ക് ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു. 43 വയസ്സുണ്ട് ഈ മകൾക്ക്. അപ്പോൾ 3 ആൺമക്കളുണ്ട്. അപ്പോൾ
കടഭാരത്താൽ മുങ്ങി, അതായത് കടുത്ത ദാരിദ്ര്യത്തിലാണ് കൃപാസനത്തിലോട്ട് ഈ മകള് 2 കൊല്ലം മുമ്പ് ഒരു ഏപ്രിൽ മാസം 10/4/2019 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ ആ ഒരു ചരിത്രം തന്നെ പരിശുദ്ധമ്മ മാറ്റി എഴുതി. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ മകൾക്ക് ഇങ്ങനൊരു പ്രേരണ നൽകിയത്. കൃപാസനത്തിൽ നിന്ന് ഇവിടുത്തെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയി ആ വർഷങ്ങളായിട്ട് 10 വർഷത്തോളം വിൽക്കാൻ ശ്രമിച്ചിട്ട് വിൽക്കാതിരുന്ന ആ മണ്ണിൽ കലർത്തി, ആ മണ്ണിൽ ഒരു പാത്രം എടുത്ത് ഈ 2 മണ്ണും കൂടി കലർത്തി ഈ മകൾ ചെയ്ത പ്രകാരമാണ് കൃപാസനത്തിൽ നിന്നുള്ള 2 തിരികൾ, അതായത് മോർണിംഗ് പ്രയർ ഈവനിങ് പ്രയറും ചെല്ലാൻ തരുന്ന നീലത്തിരിയും പച്ചത്തിരിയും കുത്തി നിർത്തി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പരിശുദ്ധ അമ്മ പ്രപഞ്ച പ്രകൃതിക്ക് മേൽ അധികാരമുള്ള അമ്മയാണെന്ന് കാണിക്കാൻ വേണ്ടി അമ്മ വലിയൊരു അടയാളം ഈ മകൾക്ക് കാണിച്ചു കൊടുത്തു. ഈ മകള് ഇത് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നടുക്കിൽ നിന്ന് ഒരു തീഗോളം ഉയർന്ന് വ്യാപിക്കുകയാണ് ചെയ്തത്. ആ തീഗോളം അവസാനിക്കാറായപ്പോൾ ഈ മകള് ആ ദർശനത്തിൽ ആ തീഗോളത്തിനിടയ്ക്ക് പരിശുദ്ധ അമ്മയെ ദർശിച്ചു. അമ്മ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന വലിയൊരു ചിത്രമാണ്. ഫോട്ടോഗ്രാഫി ഞാൻ നോക്കി, തീനാളം ഉയരുന്നത് ചിത്രം ശരിക്കും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്ക് തന്നായിരുന്നു. മാതാവിനെ മകൾ നേരിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. അത് ഫോട്ടോ എടുത്തതുകൊണ്ടായിരിക്കാം, അത് വ്യക്തമല്ല. പരിശുദ്ധ അമ്മ തന്നെ ആ ഭൂമിയുടെ മേൽ സാത്താൻ്റെ എല്ലാ പൈശാചിക തിന്മകളുടെ മേൽ ഞാൻ ചവിട്ടി നിന്ന് അധികാരം സ്ഥാപിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ മണ്ണിൽ കൈ ഉയർത്തി മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിന് വലിയ അടയാളമാണ്. കാരണം ആ സമൂഹത്തിൽ വലിയ കുപ്രസിദ്ധി ആർജിച്ചൊരു മണ്ണായിരുന്നു. കാരണം ഒരുപാട് ആഭിചാര ക്രിയകളൊക്കെ നടന്നിരുന്നു. നമുക്കറിയാം ഇതൊന്നും ഒരു വിശ്വാസിയെ ബാധിക്കത്തില്ല. കാരണം ഈശോ മരണം എന്നായിരുന്നു അവസാനത്തെ ശത്രു. ആ ശത്രുവിനെ തോൽപ്പിച്ചാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പുനരുദ്ധാനം ചെയ്തത്. അപ്പോൾ അവസാന ശത്രുവിനെയും തോൽപ്പിച്ചിട്ടാണ് ദൈവമായ കർത്താവ് പുനരുദ്ധാനം ചെയ്തത്. അപ്പോൾ എല്ലാ തിന്മയുടെ ശത്രുക്കളും നമ്മുടെ പാദത്തിൻ്റെ കീഴിലാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ നാരകീയ തിന്മകളെ തല തകർക്കാൻ വേണ്ടി അപ്പായുടെ മനസ്സിൽ അപ്പ സൃഷ്ടിച്ച ആളാണ്. അപ്പോൾ ആ അമ്മ തന്നെ അവിടെ ഇറങ്ങി വന്നു. അതിനുശേഷം സംഭവിച്ചത് വലിയ അത്ഭുതമാണ്. ഒരിക്കലും വിൽക്കില്ല എന്ന് പറഞ്ഞ ആ ഭൂമി ഈ മകൾക്ക് വിൽക്കുവാനും, ഒപ്പം തന്നെ 6 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പുതിയൊരു ഭവനം ഇതിൽ നിന്ന് കിട്ടിയ ആ പൈസ കൊണ്ട് മറ്റ് വിഷയങ്ങളെല്ലാം ഗോൾഡ് ലോൺ വെച്ചിരുന്നത് എടുക്കാനും, അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ നട്ട ദാരിദ്ര്യത്തിൽ നിന്ന് ഈ കുടുംബത്തെ കരകയറ്റാനും, അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷവതിയായിട്ടാണ് കൃപാസന അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്ന പ്രപഞ്ച പ്രകൃതിക്ക് മേലുള്ള പരിശുദ്ധ അമ്മയുടെ വലിയൊരു അധികാരത്തിൻ്റെ സാക്ഷ്യമാണിത്. ഒപ്പം തന്നെ കൃപാസനത്തിനെല്ലാം വെഞ്ചിരിച്ച ഇവിടെ എല്ലാം നമുക്കറിയാം, ഇവിടെ മരിയൻ തപസ് ധ്യാനം നടക്കുമ്പോൾ ഇവിടെ ജെറിക്കോ പ്രയർ നടത്തി എല്ലാ ദിവ്യകാരുണ്യം കൊണ്ട് നടന്നാണ് ഇവിടെ മൊത്തം മുക്കും മൂലയെല്ലാം വെഞ്ചിരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ മണ്ണും വെഞ്ചിരിച്ചേക്കണതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ മണ്ണെടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിച്ച് ആണ് വർഷങ്ങളായിട്ട് വിൽക്കാതിരുന്ന ആ സ്ഥല വിൽപ്പന ഈ മകൾക്ക് സാധിച്ചു കിട്ടിയത് വലിയൊരു അത്ഭുതമാണ്. കാരണം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകളുടെ എല്ലാ വിഷമതകളും അതുപോലെ തന്നെ ദാരിദ്ര്യം എല്ലാം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി. ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാലലൂയ 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 ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, മഹത്വം മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.